എല്ലാ ചങ്കുകൾക്കും നമസ്കാരം. ക്യാംസെറ്റേഴ്സിന്റെ എന്റർടൈൻമെന്റ് എപ്പിസോഡ് രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ചങ്കുകളെല്ലാം ഇങ്ങനെ വള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് ട്രിപ്പ് പോകാൻ പറ്റത്തില്ല. സോ നമ്മൾ വള്ളത്തിൽ ട്രിപ്പ് പോകാം. ഇന്ന് നമ്മൾ വള്ളത്തിൽ പോകും, ചോറുണ്ടാക്കും, ബീഫ് കറി ഉണ്ടാക്കും, കഴിക്കും. അപ്പൊ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ അതാണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്ത്, അടുപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റൗ വെച്ച കാര്യം ഇവിടെ തീ എത്തിക്കാനുള്ള സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. സോ നമ്മൾ സ്റ്റൗ വെച്ചു, തീയൊക്കെ കത്തിച്ചിട്ടുണ്ടാ, ചട്ടി കൂടായിട്ടുണ്ട്. ഈ ശാല എണ്ണ ഒഴിച്ചിട്ട് ബീഫ് കറിയൊക്കെ വെച്ചേക്കാം. എണ്ണ ചൂടായി. ആദ്യം തന്നെ കറിവേപ്പില, പിന്നെ വേണ്ട ഇത് കറുവാടലയാണ് കേട്ടോ. അത് നമ്മളൊരു നല്ലത് നോക്കി ഇട്ടിട്ടുണ്ടോ. ഒന്നര ഇട്ടേക്കാം, 3. അടുത്ത വേണ്ട സവോള 2 കിലോ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അന്നേരം പെട്ടെന്ന് അത് വഴന്ന് കിട്ടും എന്നാണ് വിശ്വാസം, എനിക്കറിയാമെന്നില്ല. അടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. മഞ്ഞപ്പൊടി. ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്ക് ഈ ഇലയിലൊന്നും വെച്ച് ചെയ്യാൻ ഇന്ന് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുപ്പിയിൽ തന്നെ ഇടുക. അടുത്ത് ശകലം കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, മീറ്റ് മസാല, ഒരിച്ചിരി മല്ലിപ്പൊടി. ഇനി ഇവനെ ഒന്ന് ഇളക്കി നന്നായിട്ട് ചേർക്കണം. നമുക്കൊന്ന് ഇളക്കി ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ ബീഫ് ഇടണം. ഇനി കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. വേണ്ട നമ്മുടെ ആൽബിമച്ച വളർത്തിയ പോത്തിനെ തന്നെ നമ്മൾ ഇന്ന് കറി വെക്കുകയാണ്. 2 കിലോ പോത്തിറച്ചി ഉണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയ മസാല വിത്തിളങ്ങ് പിടിപ്പിക്കണം ബീഫിൽ. ആഹാ, ഇപ്പം തന്നെ സംഭവം കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇനി ഇവൻ വേവാനുള്ള മുഴുവൻ വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഇവനെ അങ്ങ് വേവിക്കണം മൊത്തം. ഇതുണ്ട്, ഈ വെള്ളം കുറുകി പറ്റി വരുമ്പോൾ സംഭവം വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് നമ്മുടെ ദേശീയ ഉരുളി അങ്ങ് മൂടാം. അങ്ങനെ നമ്മുടെ കറി വെന്നുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കിടിലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ പേര് Shop101. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഡ്രസ് ഐറ്റംസ് ആണ്. അതിനകത്ത് ലേഡീസ് സെക്ഷനുണ്ട്, കിഡ്സ് സെക്ഷനുണ്ട്, ജെൻസ് സെക്ഷനുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ, നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്കത് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരത് കണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ട് അവരത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് മാന്യമായൊരു കമ്മീഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് 200 രൂപയുടെ ഒരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതെങ്കിൽ നമുക്കതിനകത്ത് 50 രൂപ മാർജിൻ ഇടാൻ പറ്റും. അങ്ങനെ അവർ ഓർഡർ ചെയ്ത ഡ്രസ്സ് ഈ Shop101 അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ 50 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഒരു മാസം ഒരു 10-200 ഓർഡറൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കാതെ ക്ലിക്ക് ചെയ്യുക Shop101. തേങ്ങ ഒക്കെ ഇട്ട് പോയിച്ചു വന്നപ്പോൾ സമയം പോയി. സാരമില്ല, അതങ്ങ് കൊണ്ട് ചേർത്തേക്കാം.
തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര ചോലക്കിളിയെ മരതക കാടുവെഴുന്നവളെ ചോലും കുറുകും തീരത്തുണി തേടുവതാരയാണു തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര ജയിളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമായി ചോരത്തഴയിൽ മറഞ്ഞിരും ഒച്ച വെക്കാതിരിക്കൂ തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര ജയിളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമായി ചോരത്തഴയിൽ മറഞ്ഞിരും ഒച്ച വെക്കാതിരിക്കൂ തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര തക തക തോം തെയ്താര തക തക തിന്തിം തെയ്താര തോം തെയ്താര തക തക തിന്തിം തെയ്താര തക തക തിന്തിം തെയ്താര തക തക തിന്തിം തെയ്താര. ഇനി ഇതാണ്ടേ ബീഫിൻ്റെ പരമാത്മാവ് തേങ്ങാക്കൊത്ത് ഇത് കണ്ടേ എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ നമ്മുടെ കല്യാണ സൗഗന്ധികം ഇത് കിട്ടുന്നവൻ്റെ കല്യാണം അടുത്ത് നടക്കും. ആത്മാർത്ഥമായും എനിക്ക് തന്നെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനിയാണ് ദേ ഈ ഗരം മസാല അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെല്ലുമ്പോഴാണ് ദേശം അറിയുന്നത് ഇവിടെ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇനി സംഭവം എല്ലാം വെന്ത് സെറ്റായി. ഇനി ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഇങ്ങനെ മേലിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിടിച്ച നിഷേ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കണം. ആഹാ, അപ്പോൾ അതാണ്ട് നമ്മുടെ സമൂഹ ബീഫ് സദ്യക്ക് കിട കൊടുക്കുകയാണ്. മക്കളെ ചെറിയ ഇലയാണ്, മാമനോടൊന്നും തോന്നരുത് കേട്ടോ. രണ്ടില വരാം. ചേട്ടാ കുറച്ചൂടെ ചോറ് ഇട്ടേ കൂട്ടി കഴിക്കാൻ. കണ്ടേ ബീഫ് അങ്ങോട്ട് ഒഴിക്കുന്നതുകൊണ്ടാണ്. ഇതാ ലീല സിനിമയ്ക്കകത്തൊരു ഷോട്ടുണ്ട്, ഇങ്ങനെ മലയുടെ മേളിൽ പോയി നല്ല ബീഫ് കറി വെച്ചിട്ട് വെച്ചു. മക്കളെ മാമനോടൊന്നും തോന്നരുത്, മാമൻ കുറച്ച് ചോറ് പൊറോട്ട മതിയായിരുന്നു. ചുറ്റിക്കുട്ടം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. സൂപ്പർ. ഇതിങ്ങനെ കുറച്ച് ബീഫും ഒരു തേങ്ങാക്കൊത്തും ചോറൂടെ എടുത്തിരുന്നേ. ഇതാണോ നമ്മൾ ഒന്ന് ആസ്വദിക്കാവുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഈ കായലിൻ്റെയും കണ്ടത്തിൻ്റെയും തോടിൻ്റെയൊക്കെ വരമ്പത്ത് വന്നിരുന്ന് ഇതുപോലെ നല്ല ചോറും നല്ല ബീഫ് കറിയൊക്കെ ഈ ആംബിയൻസ് ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടത്തില്ല. നമ്മളെ ഇതൊക്കെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂർ പ്ലാനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊറോണ ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് പൊളിക്കാം. അപ്പം
നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒരു മയോ നോക്കാം, ടക്കെന്നൊന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ അടുത്ത കിടുക്കാച്ചി എപ്പിസോഡുമായി വരുന്നവരേക്കും മാർക്ക് ആന്റണി, മോബിൻ, അച്ചു, സ്നിഗ്ധിൻ ആൻഡ് നിതീഷ്, 2 cameramen signing off. A few moments later.